നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദി മാൻ ഫ്രം എർത്ത് എന്ന് പറയുന്ന 2007 പുറത്തിറങ്ങിയ ഹോളിവുഡ് ഫിലിമാണ്. കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ജോൺ എന്നു പേരുള്ള കോളേജ് പ്രൊഫസർ അവന്റെ കൊളീഗ്സിനോട് താൻ കാലാകാലങ്ങളായി ജീവിക്കുകയാണെന്നും തനിക്ക് കാലങ്ങൾ ഇത്രയായിട്ടും വയസ്സാവുന്നില്ല എന്നും പറയും. അന്നേരം അവിടെ കൂടിയിരിക്കുന്ന ബാക്കിയുള്ളവർ ഈ കേൾക്കുന്നതൊക്കെ സത്യമോ മിഥ്യയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാകും. തുടർന്ന് ജോൺ താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവന്റെ കൊളീഗ്സിനോട് ഓരോരോ പഴയ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതിലൂടെയാണ് കഥ പോകുന്നത്. ജോൺ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ? നമ്മൾക്ക് നോക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹിസ്റ്ററി പ്രൊഫസറായ ജോൺ ഓൾഡ്മാൻ തന്റെ ജോബ് രാജിവെച്ചതിന് ശേഷം വേറെ ഒരു സ്ഥലത്തേക്ക് മാറാൻ പോവുകയാണ്. ജോൺ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യുന്നുണ്ടാകും. ആ സമയം ജോണിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വേറെ കുറച്ച് പ്രൊഫസേഴ്സ് കൂടിയിട്ട് ജോൺ അറിയാതെ അവന്റെ വീട്ടിലേക്ക് ചെറിയൊരു ഫെയർവെൽ പാർട്ടി നടത്താൻ വേണ്ടി പ്ലാൻ ഇട്ട് അവിടേക്ക് വരും. അവരുടെ കൂട്ടത്തിൽ ഈഡിത്ത് എന്ന് പറയുന്ന ആർട്ട് ഹിസ്റ്ററി പ്രൊഫസറായ സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ഈഡിത്ത് ജോണിനോട് നീ എന്താ പെട്ടെന്ന് ഇവിടം വിട്ടു പോകുന്നതെന്ന് ചോദിക്കും. എന്നാൽ ജോൺ അതിന് ശരിയായ മറുപടി കൊടുക്കില്ല. അന്നേരം അവർ ജോണിന്റെ കാറിന്റെ അടുത്തായിട്ട് ഒരു പെയിന്റിംഗ് കാണും. അത് 1853 കാലഘട്ടത്തിലെ ഫേമസ് ഡച്ച് പെയിന്ററായ വിൻസെന്റ് വാങ്കോക്കിന്റേതായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിലെ ആന്ത്രപ്പോളജിസ്റ്റായ ഡാൻ എന്നയാൾ ആ പെയിന്റിംഗ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പെയിന്റിംഗ് ഒറിജിനൽ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ജോൺ ഇത് ഒറിജിനൽ അല്ല, എനിക്കൊരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണെന്ന് പറയും. അത് കേട്ട് ഈഡിത്ത് ഇത് കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ പോലെ തന്നെയുണ്ടെന്ന് പറയും. ഡാൻ ആ പെയിന്റിംഗ് സൂക്ഷ്മമായി വീക്ഷിക്കുന്നതിന് ഇടയിൽ പെയിന്റിങ്ങിന്റെ പിറകിൽ ഫ്രഞ്ച് ഭാഷയിൽ ടു മൈ ഫ്രണ്ട് ജാക്ക് ബോൺ എന്ന് എഴുതിയത് ശ്രദ്ധയിൽപ്പെടും. ഡാൻ ഈ ജാക്ക് ബോൺ ആരാണെന്ന് ജോണിനോട് ചോദിക്കും. അപ്പോൾ ജോൺ എനിക്കറിയില്ല, ചിലപ്പോൾ വാങ്കോക്കിനെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയും. അതിനുശേഷം എല്ലാവരും ജോണിന്റെ വീടിന്റെ അകത്തേക്ക് കയറും. അപ്പോൾ ഡാൻ നീ എന്താ ഇത്ര പെട്ടെന്ന് ഇവിടം വിട്ട് പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രശ്നവുമില്ല എന്ന് ജോൺ മറുപടി പറയും. ഡാൻ പിന്നെയും നീ ഇവിടെ ഏകദേശം 10 വർഷമായില്ലേ ജോലി ചെയ്യുന്നു, അതും നല്ല ജോലിയുമാണ്. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് നീ എവിടേക്ക് ഈ പോകുന്നതെന്ന് ചോദിക്കും. എനിക്കൊരു പ്ലേസിൽ തന്നെ കുറെ നാൾ നിൽക്കുമ്പോൾ മടുപ്പ് വരും. മുമ്പും ഞാൻ ഇതുപോലെ മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ കാലം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അത് കേട്ട് ഡാൻ മുമ്പോ? അതിന് നിനക്കാകെ അത്രയല്ലേ വയസ്സായിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാ അതിനു മുമ്പ് എന്നൊക്കെ പറയുന്നേ എന്ന് ചോദിക്കും. അതേസമയം ഈഡിത്ത് തമാശ രൂപേണ ജോണിനോട് നിന്നെ കാണുമ്പോൾ 10 വർഷം മുമ്പ് കണ്ട അതേപോലെ തന്നെ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആർക്കിയോളജിസ്റ്റ് ആയ ആർട്ട് അവന്റെ സ്റ്റുഡന്റ് ആയ ലിൻഡയും കൂട്ടിയിട്ട് വണ്ടിയിൽ അവിടെ വരും. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന നേരത്ത് ഡാനിന്റെ കണ്ണിൽ പഴയ ഉളി ശ്രദ്ധയിൽപ്പെടും. വെറും ഉളിയല്ല, ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അത്രയും പഴക്കമുള്ള ആ കാലഘട്ടത്തിലുള്ള ഉളി. ഇതെങ്ങനെയാ ജോണിന്റെ കയ്യിൽ വന്ന് എന്ന് ഡാനിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല. അവസാനം ഡാൻ ജോണിനോട് തന്നെ ഇത് നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കും. അപ്പോൾ ജോൺ ഇത് ഇവിടെ അടുത്തുള്ള ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ ആർട്ട് ഒരു ആർക്കിയോളജിസ്റ്റ് ആയിട്ട് പോലും ഇതുപോലെയുള്ള വസ്തുക്കൾ എനിക്ക് കുറെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ബട്ട് നിനക്ക് ഇത് എളുപ്പത്തിൽ കിട്ടിയല്ലോ, അതും ഒരു ആക്രിക്കടയിൽ നിന്ന് എന്ന് അത്ഭുതത്തോടെ പറയും. അപ്പോൾ കൂട്ടത്തിലെ ബയോളജിസ്റ്റ് ആയ ഹാരി ജോണിനോട് ശരിക്കും നീ എന്താ ഇവിടെ നിന്ന് പോകുന്നത്? ഇനി നീ വല്ല ക്രിമിനൽ എങ്ങാനും ആണോ? ഇനി ആണെങ്കിൽ തന്നെ നീ പേടിക്കണ്ട, ഞങ്ങൾ ഇതൊന്നും പോലീസിനോട് പറയാൻ പോകുന്നില്ല എന്ന് തമാശ കലർന്ന രീതിയിൽ പറയും. അന്നേരം ജോൺ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ബാക്കി എല്ലാവരും ആ ചോദിക്കെന്ന് മറുപടി കൊടുക്കും. ഒരു ഗുഹാ മനുഷ്യൻ 14,000 വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ ഈ കാലത്ത് ഇപ്പോൾ എങ്ങനെയായിരിക്കും? അയാളുടെ രൂപം എങ്ങനെയായിരിക്കും എന്ന് ജോൺ ചോദിക്കും. അപ്പോൾ ഡാൻ നീ എന്താ വല്ല സയൻസ് ഫിക്ഷൻ ബുക്ക് എങ്ങാനും എഴുതാൻ പോകുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ജോൺ ഞാൻ അങ്ങനെ ഒരു ബുക്ക് എഴുതുന്നുണ്ടെന്ന് തന്നെ വിചാരിക്ക്. ഇനി പറ, ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ 14,000 വർഷം ജീവിച്ച ആ ഒരാൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അപ്പോൾ ഹാരി അയാൾ 14,000 വർഷം ജീവിച്ചു എന്നല്ലേ പറഞ്ഞത്, എങ്കിൽ അയാൾ ജീവിച്ച് മടുത്തിട്ടുണ്ടാകും എന്ന് പറയും. ഡാനിന്റെ മറുപടി ചിലപ്പോൾ അയാൾ നമ്മളെപ്പോലെ ഒരു സാധാരണ ആളായിട്ട് തന്നെ ജീവിക്കുന്നുണ്ടാകും എന്നായിരിക്കും. അയാൾ ഇപ്പോഴും ഗുഹയിൽ തന്നെ ജീവിക്കുന്നുണ്ടാകും എന്നാവും ഈഡിത്തിന്റെ മറുപടി. അപ്പോൾ ഡാൻ ഈഡിറ്റിനോട് ഇല്ല, അയാൾ 14,000 വർഷമായില്ലേ ജീവിക്കാൻ തുടങ്ങിയിട്ട്, കാലം മാറുന്നതിനെ അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലെ അയാളും മാറിയിട്ടുണ്ടാകും എന്ന് പറയും. അപ്പോൾ ലിൻഡ എന്നാലും അയാൾ എങ്ങനെയാ ഇത്ര കാലം ജീവിച്ചു എന്ന് ചോദിക്കും.
ചോദിക്കും. ചിലപ്പോൾ അയാളുടെ സെൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി റീജനറേറ്റഡ് ആയി കൊണ്ടിരിക്കുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കാം അയാൾ ഇത്ര കാലം ജീവിച്ചത്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട ജോൺ വേറൊരു ചോദ്യം കൂടി ചോദിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഇത്രയും കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എന്നായിരിക്കും അത്. അപ്പോൾ ആർട്ട്, നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഏജ്ഡ് ആവാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും ജോൺ താൻ 14,000 വർഷമായിട്ട് ജീവിക്കുന്ന ഹോമോസാപ്പിയൻസ് അഥവാ ആധുനിക മനുഷ്യനാണെന്ന സത്യം വെളിപ്പെടുത്തുക. വെളിപ്പെടുത്തലിന് ശേഷം പിന്നെ അവിടെ മുഴുവനും പരിഹാസ ചിരി മഴയായിരിക്കും. ഡാൻ ജോണിനോട് നീ എന്തൊക്കെയായി പറയുന്നേ, നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടത്തിലെ ഹിസ്റ്ററി പ്രൊഫസറായ സാൻഡി ജോണിനോട് നിന്നെ കാണുമ്പോൾ 14,000 പോയിട്ട് 900 വർഷം പോലും ജീവിച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് പറയും. എല്ലാവരും കളിയാക്കുന്നത് കണ്ട് ജോൺ വളരെ ഗൗരവത്തോടെ പറയും, 10 വർഷം കൂടുന്തോറും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ഏജ് ആവുന്നില്ല എന്ന കാര്യം ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ എന്നെ പിന്തുടരും. ഇതുപോലെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 35 വയസ്സായതിനു ശേഷമാണ് എന്റെ ഏജിങ് ആവുന്നത് സ്റ്റോപ്പ് ആയത്. എല്ലാവരും കരുതിയിരുന്നത് ഞാൻ മേജിക്കൽ ആയിട്ടുള്ള എന്തോ ഒന്നാണെന്നാണ്. അങ്ങനെ എല്ലാവരും എന്നെ പേടിക്കാൻ തുടങ്ങി. ഇതിന്റെ എല്ലാം പൊരുൾ എന്താണെന്ന് അറിയാൻ എന്നെ അവർ പിന്തുടരാൻ തുടങ്ങി. മറ്റു ചില ആൾക്കാർ വിചാരിച്ചത് എനിക്ക് വയസ്സാവാത്തത് ബാക്കിയുള്ള ആളുകളുടെ ഏജ് ഞാൻ എന്നിലേക്ക് ആക്കിയത് കൊണ്ടാണെന്നാണ്. ആദ്യത്തെ 100 വർഷം അതെനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ജീവിക്കും, എവിടെ ജീവിക്കും, ഈ ലോകം എന്താ, എങ്ങനെയാ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അത് കേട്ട ആർട്ട് ജോണിനോട്, ആൾക്കാർ അവരുടെ ബാല്യകാലങ്ങളും നിമിഷങ്ങളും എല്ലാം മറന്നു പോകും, എന്നാൽ നീ അതൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. എല്ലാ മനുഷ്യരെയും പോലെ ഞാൻ ചില സ്പെഷ്യൽ മൊമെന്റ്സ് മാത്രമേ ഓർത്തു വെക്കുന്നുള്ളൂ. അപ്പോൾ ആർട്ട്, എങ്കിൽ ആ കാലത്ത് ഭൂമി കാണാൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ജോൺ, കുറെ കാലഘട്ടം മുമ്പ് ഭൂമി വലിയ വലിയ കുന്നുകളും പർവ്വതങ്ങളുമായി ചുറ്റപ്പെട്ടതായിരുന്നു. വെസ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ഫ്ലാറ്റ് ഏരിയാസ് ആയിരുന്നു എന്ന് പറയും. അപ്പോൾ ഡാൻ ഒരു സംശയത്തോടെ, വെസ്റ്റോ? ഈ വെസ്റ്റ് എന്നുള്ള വേർഡ് തന്നെ നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് മാപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ്. പക്ഷെ നീ ഈ സംസാരിക്കുന്നത് മാപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്തെ പറ്റിയാണ്. പിന്നെ എങ്ങനെയാ നിനക്കത് വെസ്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുന്നത്? അന്നേരം ജോൺ, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ ഇന്നത്തെ മോഡേൺ വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം എന്ന് പറയും. അതെല്ലാം കേട്ട ഹാരി ജോണിനോട്, നീ പുനർജന്മത്തെ പറ്റിയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അല്ല, പുനർജന്മം എന്ന് പറയണമെങ്കിൽ ഞാൻ മരിച്ച് പിന്നെയും ജീവിക്കണ്ടേ, ഇതല്ല. ഞാൻ ഒരു തവണ മാത്രമേ ജനിച്ചിട്ടുള്ളൂ, എന്നാൽ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വയസ്സ് കൂടിയിട്ടില്ല. അപ്പോൾ ലിൻഡ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെ ഈ ലോകം നിർമ്മിച്ചത്, അതുപോലെ ദൈവത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജോൺ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഞാൻ എപ്പോഴും ആകാശം നോക്കി നിന്നിട്ട് ഈ ലോകം ഉണ്ടാക്കിയത് ആരാ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിച്ചത്, കാരണം എല്ലാവരും മരിക്കുന്നുണ്ട്, ഞാൻ മാത്രം മരിക്കുന്നില്ല. അപ്പോൾ ആർട്ട്, ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് നീ ഇപ്പോൾ പറയുന്നതെന്ന് പറയും. ഈഡിറ്റ് ജോണിനോട്, നിനക്ക് ഫേമസ് പെയിന്ററായ വിൻസെന്റ് വാൻഗോക്കിനെ അറിയുമോ എന്ന് ചോദിക്കും. അന്നേരം ജോൺ പറയും, വാൻഗോക്ക് തന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ പെയിന്റിംഗ് എനിക്ക് തന്നത്. എനിക്ക് ഈ പെയിന്റിംഗ് വാൻഗോക്ക് തരുന്ന സമയത്ത് എന്റെ പേര് ജോൺ ആയിരുന്നില്ല, ജാക്ക് ബോൺ എന്നായിരുന്നു. ഞാൻ അന്നേരം പിഗ് ഫാർമർ ആയിട്ടാണ് പണിയെടുത്തിരുന്നത്. ആ സമയം വാൻഗോക്ക് ഞങ്ങളുടെ ഫാമിലേക്ക് പെയിന്റിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ ലിൻഡ ജോണിനോട്, എന്തുകൊണ്ട് നിങ്ങൾ ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഓർമ്മയില്ല എന്ന് ചോദിക്കും. നിനക്ക് നീ ജനിച്ച സ്ഥലവും അതിന്റെ ചുറ്റുപാടും ഇപ്പോഴും ഓർമ്മയുണ്ടോ? അപ്പോൾ ലിൻഡയ്ക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാകുകയുള്ളൂ. അപ്പോൾ ജോൺ, ഇതുപോലെ തന്നെയാണ് എന്റെ കാര്യവും. ഇപ്പോൾ ആ ചുറ്റുപാട് സ്ഥലവും ഒരുപാട് മാറിയിട്ടുണ്ടാകും, ചിലപ്പോൾ എനിക്ക് കണ്ടാൽ പോലും മനസ്സിലാകില്ല എന്ന് പറയും. അന്നേരം ആർട്ട്, ശരി, അല്ല നീ എന്തിനാ പിന്നെ ഈ സ്ഥലത്ത് നിന്ന് പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ജോൺ, എനിക്ക് വയസ്സാകുന്നില്ല എന്ന് ആൾക്കാരുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ രക്ഷയില്ല. എന്നെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, പിന്നെ അത് എവിടെ എത്തി നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഡാൻ, അതിന് നിനക്ക് 10 വർഷത്തേക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്താൽ പോരെ എന്ന് ചോദിക്കും. അന്നേരം ജോൺ, ഞാൻ അത് മുമ്പ് പരീക്ഷിച്ചതാണ്. ഞാൻ തന്നെ എന്റെ മകനാണെന്ന് പറഞ്ഞ് ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1862 ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതിൽ എന്നെ പോലീസുകാർ കയ്യോടെ പിടിച്ച് ബെൽജിയത്തിലുള്ള ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട്, നീ എന്താ തലയ്ക്ക് വെളിവില്ലാത്ത ഓരോ മണ്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നത്? നീ ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ നിനക്ക് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞങ്ങളൊക്കെ കരുതുക എന്ന് പറയും. അപ്പോൾ ഡാൻ ജോണിനോട്, നീ പറഞ്ഞതുപോലെ നിനക്ക് ഇത്രയും വയസ്സുണ്ടെങ്കിൽ അന്നത്തെ ആ പുരാതന കാലഘട്ടത്തിലുള്ള നേരത്തെ കണ്ട ഉളി പോലെയുള്ള വേറെ എന്തെങ്കിലും വസ്തുക്കൾ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജോൺ, എന്നെപ്പോലെ നിങ്ങളും കുറെ കാലം ജീവിച്ച ഒരാളായിരുന്നെങ്കിൽ അതുപോലെയുള്ള പഴയ വസ്തുക്കൾ നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുമായിരുന്നോ? അല്ലെങ്കിൽ തന്നെ എന്തിനു സൂക്ഷിക്കണം, അതിന്റെ വല്ല കാര്യവുമുണ്ടോ? എന്റെ കയ്യിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ല എന്ന് പറഞ്ഞ്
ജോൺ അവന്റെ സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കാൻ വേണ്ടി സാൻഡിയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. ജോൺ പോയതിനു ശേഷം ഹാരി എന്തോ അന്വേഷിക്കുന്നുണ്ടാകും. അത് കണ്ട ഡാൻ ഹാരിയോട് നീ എന്താ ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഹാരി ഞാൻ ഇവിടെ എങ്ങാനും വല്ല ഹിഡൻ ക്യാമറയോ മൈക്കോ ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ഇനി ജോൺ നമ്മളെ എല്ലാവരെയും പ്രാങ്ക് ചെയ്യുന്നതാണെങ്കിലോ എന്ന് പറയും. വേറൊരു റൂമിൽ നിന്ന് ആർട്ട് അവരുടെ അതേ കോളേജിലെ പ്രൊഫസറും സൈക്യാട്രിസ്റ്റുമായ വില്ലിനെ വിളിച്ചിട്ട് ജോൺ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരിക്കലും അവൻ ഇതുപോലെ പെരുമാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറയും. മറുഭാഗത്ത് സാൻഡി ജോണിനോട് തനിക്ക് ജോണിനെ ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ജോൺ എനിക്കും നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ മുമ്പും ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ക്രമേണ എനിക്ക് അവരെ ഓരോരുത്തരെയും നഷ്ടപ്പെട്ടു. ഇനി എങ്ങാനും ഞാൻ നിന്നെ മാരേജ് ചെയ്താൽ കാലം കുറെ കഴിയുമ്പോൾ നിനക്ക് വയസ്സാകും. പക്ഷെ ഇന്നും അന്നും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാകും. നമ്മൾക്ക് മക്കളുണ്ടായാൽ അവർക്കും വയസ്സാകും. അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. ആ സീൻ അവിടെ കട്ടാകും. വീടിന്റെ അകത്ത് കയറിയ ജോണിനോട് ലിൻഡ നിങ്ങൾ എപ്പോഴെങ്കിലും പണ്ടത്തെ ആൾക്കാരെ ചെയ്തതുപോലെ ഗുഹയിലെ ചുമരിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അത് കേട്ട് ജോൺ ഫ്രാൻസിലെ ലെസൈസിയിലെ കേവ് ഡ്രോയിങ്സ് ഇല്ലേ, അതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജിറാഡ് എന്ന് പറയുന്ന ഒരുത്തൻ വരച്ചതാണ്. അപ്പോൾ ഡാൻ അന്നത്തെ കാലത്ത് നടന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്കിപ്പോൾ ഓർമ്മയുള്ളതെന്ന് ജോണിനോട് ചോദിക്കും. ആ സമയം എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ഏതാണ്ട് 1000 വർഷത്തോളം ഭൂമിയിൽ വല്ലാത്ത ചൂടായിരുന്നു. 1000 വർഷമോ? നീ എന്തൊക്കെ മണ്ടത്തരായി വിളിച്ച് പറയുന്നത്? ജോൺ പറയും ഈ കാലഘട്ടത്തിലുള്ള ആൾക്ക് ഒരിക്കലും ഞാൻ ഈ പറയുന്ന അന്നത്തെ കാലത്ത് നടന്നതൊന്നും മനസ്സിലാകില്ല. അതുപോലെ ഞങ്ങൾ റെയിൻഡിയറിനെയും മാമത്തിനെയും ഒക്കെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പലതരത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നടന്ന് കുറെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും പലതരത്തിൽപ്പെട്ട റിലീജിയൻസിനെ കുറിച്ച് അറിയാൻ പറ്റി. അതിനുശേഷം ഞാൻ 2000 വർഷത്തോളം ഈ ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായ സുമേറിയൻ ആയിട്ട് ജീവിച്ചു. പിന്നീട് ഞാൻ ഹമുറാബി ബാബിലോണിലെ രാജാവായിരുന്ന സമയത്ത് അവിടെയും ജീവിച്ചു. വേട്ടയാടി ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിന്നിരുന്നില്ല. ഞങ്ങളുടെ വാസസ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് ആളുകൾ ഗ്രാമങ്ങൾ പണിയാൻ തുടങ്ങി. അതോടെ പല പ്രദേശങ്ങളിൽ നിന്ന് ചേക്കേറാൻ വരുന്ന ആളുകളെ ഗ്രാമവാസികൾക്ക് ഇഷ്ടപ്പെടാതായി. അതോടെ എന്നെ പോലെയുള്ളവർക്ക് പോകാൻ ഇടമില്ലാതായി. അതിനുശേഷം പട്ടണങ്ങൾ വന്നു, രാജവാഴ്ച വന്നു. അതോടെ വേറെ സ്ഥലത്തേക്കുള്ള ആളുകളുടെ പ്രവേശനം ലംഘിക്കാൻ തുടങ്ങി. എനിക്ക് വയസ്സ് കൂടാത്തത് കൊണ്ട് തന്നെ ആളുകൾ എന്നെ സംശയിച്ചു. അതുകൊണ്ട് ഞാൻ കുറെ കാലം ഒരു സ്ഥലത്ത് തുടരാറില്ല. അങ്ങനെ ഞാൻ ഒരു തവണ കിഴക്ക് പ്രദേശത്ത് പോയി, പിന്നീട് ഇന്ത്യയിലേക്കും. ഭാഗ്യം എന്ന് പറയട്ടെ, ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ ഇന്ത്യയിലേക്ക് എത്തിയത്. ബുദ്ധൻ ശരിക്കും ഒരു അസാധാരണ കഴിവുള്ള വ്യക്തിയായിരുന്നു. പുതിയ പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി. പക്ഷെ എനിക്ക് വയസ്സാവില്ല എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നില്ല. നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്തിനാ ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്? ഞങ്ങൾ മറ്റുള്ളവരോട് പറയുമെന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്ന് ആർട്ട് ചോദിക്കും. അത് കേട്ട് ജോൺ അതിന് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിച്ചിട്ട് വേണ്ടേ എന്ന് പറയും. ആ സമയം വില്ല് അങ്ങോട്ടേക്ക് വരും. നേരത്തെ ആർട്ട് വില്ലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വില്ല് ജോണിനോട് നീ ഇവിടുന്ന് പോകുകയാണെന്നും പിന്നെ നിനക്ക് 14,000 വർഷത്തെ വയസ്സുണ്ടെന്നും പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ഡാൻ എല്ലാവരോടും പറയും ജോണിനെ അവൻ ഇത്ര കാലം ജീവിച്ചു എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും അവന്റെ കയ്യിലില്ല. ഞങ്ങൾക്കാണെങ്കിൽ അവന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാനും പറ്റുന്നില്ല. സോ ഒന്നുകിൽ ജോൺ ഒരു ആദിമ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവൻ പറയുന്നത് പച്ചക്കള്ളം. ഇനി അതുമല്ലെങ്കിൽ ഇവന് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ വില്ല് ജോണിനോട് നീ എപ്പോഴാ നീ ഒരു ആദിമ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയതെന്ന് ചോദിക്കും. അത് ആദ്യമായിട്ട് സയന്റിസ്റ്റ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉണ്ടെന്നും അവർക്ക് ആധുനിക മനുഷ്യർ എന്ന് ലേബലും കൊടുത്തപ്പോഴാണ് ഞാനും ആ ഒരു ഗണത്തിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കിയത്. ഇത്ര കാലം ജീവിച്ചിട്ടും നിനക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ എനിക്ക് അസുഖം വന്നിട്ടുണ്ട്. ന്യൂമോണിയ, അതുപോലെ പ്ലാഗ്, സ്മോൾ പോക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ സർവൈവ് ചെയ്തു. അപ്പോൾ വില്ലി നിനക്ക് സ്മോൾ പോക്സ് വന്നിട്ടുണ്ടോ? എങ്കിൽ നിന്റെ ദേഹത്ത് അതിന്റെ പാടുകൾ ഉണ്ടാകുമല്ലോ, അത് കാണിക്കെന്ന് പറയും. പാടുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ ഹാരി എങ്കിൽ നീ എന്റെ ലാബിലേക്ക് വാ, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയും. അത് കേട്ട് ജോൺ ഇല്ല, നിങ്ങളെപ്പോലെ ഉള്ളവർ എന്നെ ഒരു പരീക്ഷണ വസ്തു ആക്കി മാറ്റി അവിടെ പൂട്ടിയിടുമെന്ന് പറയും. ആർട്ടും ഈഡിറ്റും അപ്പോഴും ജോൺ വിളിച്ചു പറയുന്നതൊക്കെ വെറും മണ്ടത്തരമാണെന്നുള്ള ഒപ്പീനിയൻ തന്നെ ഉറച്ചു നിൽക്കും. അപ്പോൾ ജോൺ പറയും വലിയ സയന്റിസ്റ്റുകാർ കണ്ടുപിടിച്ച ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള തിയറീസ് പോലും വെറും മണ്ടത്തരമാണെന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ നേച്ചർ അത് ഭയങ്കര സ്ട്രേഞ്ച് ആണ്, അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്, അവിടെ എന്തും സംഭവിക്കാം. അപ്പോൾ ഡാൻ പക്ഷെ നിന്റെ കഥകളൊന്നും നേച്ചറുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ എന്ന് പറയും. മനുഷ്യന്മാർക്ക് ഇപ്പോഴും ലോകത്തെയോ അതിൽ നടക്കുന്ന കാര്യങ്ങളെയോ പറ്റി പൂർണ്ണമായും അറിയില്ല.
ഉണ്ടാകില്ല. ഇപ്പോഴും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. അപ്പോൾ വില്ലി, ഞാൻ നിന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്താൽ നീ മരിക്കാതിരിക്കുമോ എന്ന് ചോദിക്കും. മരിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ കുറെ വർഷങ്ങളായി ജീവിക്കുന്നു. അതിന്റെ അർത്ഥം എനിക്ക് മരണമില്ല എന്നല്ല. ഞാനും എപ്പോ വേണമെങ്കിലും മരിക്കാം. ശേഷം വില്ലി ജോണിന്റെ അച്ഛനെ പറ്റിയായിരിക്കും ചോദിക്കുക. അപ്പോൾ ജോൺ അച്ഛനെ പറ്റി അധികം ഓർമ്മയില്ല, മുഖം പോലും ഓർത്തെടുക്കാൻ ആവുന്നില്ല എന്ന് പറയും. അന്നേരം വിൽ, നിന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നീ അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടാകില്ലേ? വൈഫോ, നിന്റെ കുട്ടികളോ, അങ്ങനെ ആരെങ്കിലും? അപ്പോൾ ജോൺ, ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒടുവിൽ എനിക്ക് അതൊക്കെ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു എന്ന് പറയും. വില്ലി കുറച്ച് ഗൗരവത്തോടെ, നീ ഇനിയും ജീവിക്കും. ഞങ്ങൾ എല്ലാവരും ഒരു നാൾ മരിക്കും. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണാനന്തര ചടങ്ങിന് നീ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ കൂടി നിന്ന് ആർക്കും വില്ലിന്റെ ചോദ്യം അത്ര ഇഷ്ടപ്പെടില്ല. പെട്ടെന്ന് വില്ലി അവന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് ജോണിനോട്, നീ വല്ല വാമ്പയറുമാണോ? നിന്റെ ബോഡി ഷൂട്ട് ചെയ്താൽ ഹീലാകുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന് നേരെ തോക്ക് ചൂണ്ടും. അപ്പോൾ ഡാൻ വില്ലിനോട് തോക്ക് താഴെ ഇടാൻ പറയും. അന്നേരം വില്ല്, ശരി എങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. വില്ല് എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ആർക്കും മനസ്സിലാകില്ല. ഹാരി അപ്പോൾ എല്ലാവരോടും, വില്ലിന്റെ വൈഫ് മാരി ഇന്നലെ പാൻക്രിയാറ്റിക് ക്യാൻസർ കാരണം മരിച്ചുപോയി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയും. അതറിഞ്ഞ് ജോൺ, വില്ല ആ തോക്ക് വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചാലോ എന്ന് പേടിച്ച് ഓടിപ്പോയി വില്ലിന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. പക്ഷെ അവിടെയുള്ളവർക്ക് അപ്പോഴും ജോണിനോടുള്ള സംശയം മങ്ങിയിട്ടുണ്ടാകില്ല. ഡാൻ ജോണിനോട്, നിന്നെ പോലെ ഈ ലോകത്ത് ഇനിയും ആൾക്കാർ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജോൺ പറയും, 1600 കാലത്ത് ജീവിച്ച ഒരാൾ ഉണ്ടായിരുന്നു. അയാളെ പരിചയപ്പെട്ട സമയത്ത് അയാൾ എന്നെ പോലെയുള്ള ഒരാളാണെന്നാണ് എന്നോട് പറഞ്ഞത്. സംസാരിക്കുന്നതിനിടയിൽ എന്റെ ഈ കാര്യവും ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പിന്നീട് 200 വർഷത്തിന് ശേഷം ഞാൻ അയാളെ ബ്രൂസൽസിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. പക്ഷെ സ്റ്റേഷനിൽ നിറയെ ആളുകളുടെ തിരക്കായതിനാൽ എനിക്ക് അയാളോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ആൾക്കൂട്ടം കാരണം അയാളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഡാൻ ജോണിനോട്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജോൺ, ചിലപ്പോൾ ദൈവം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, എനിക്കറിയില്ല എന്ന് മറുപടി കൊടുക്കും. എന്നാൽ ദൈവവിശ്വാസിയായ ഈഡിത്തിന് ആ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെടില്ല. ഈഡിറ്റ് ദൈവം എല്ലായിടത്തും ഉണ്ടെന്നും പക്ഷേ നമ്മൾക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല എന്നും പറയും. ഡാൻ ജോണിനോട്, ഈ ബൈബിളിലുള്ള ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജോൺ, മതി മതി, ഈ ചോദ്യം വേണ്ട, നിർത്ത് പറയും. അപ്പോൾ ബാക്കിയുള്ളവർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കും. അപ്പോൾ ജോൺ പറയും, ഞാൻ മോശയെ കണ്ടിട്ടുണ്ട്. അതുപോലെ മോശയെ ഒഴുകിൽ വന്ന വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണെന്നും പിന്നെ കടൽ രണ്ടായി പിളർന്ന് മോശ ഇസ്രായേലിനെ രക്ഷിച്ചെന്ന് പറഞ്ഞതും കൂടാതെ മോശ ജീസസിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണെന്നും ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. എന്നാൽ ഇതൊക്കെ കേട്ട് നിന്ന് ഈഡിറ്റിനെ അത് ഇഷ്ടപ്പെടില്ല. ഈഡിറ്റ് ഹാരിയോട്, നീ എന്നെ വേഗം വീട്ടിൽ കൊണ്ടു ചെന്നാക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഹാരി ഈഡിറ്റിനോട് പറയും, നീ ഇവിടെ ഇരിക്ക്, നിനക്കറിയോ ഞാനില്ലേ ജൂതന്മാരുടെ തോറയാണ് ഫോളോ ചെയ്യുന്നത്, എന്നാൽ എന്റെ വൈഫ് ഖുറാനാണ് ഫോളോ ചെയ്യുന്നത്. എന്റെ മൂത്ത മകനാണെങ്കിൽ നിരീശ്വരവാദിയും എന്റെ ഇളയ മകനാണെങ്കിൽ സൈന്റിയോളജിസ്റ്റുമാണ്. പിന്നെ എന്റെ മകൾ ഹിന്ദുയിസമാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് പോലും എന്റെ കുടുംബത്തിൽ ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. ശേഷം ജോൺ അവന്റെ കഥ തുടരും. ബുദ്ധന്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റോമിലേക്ക് പോയി. ആ സമയം റോമിലെ ആൾക്കാർ യുദ്ധം ചെയ്ത് പല പ്രദേശങ്ങളും അവരുടെ അധീനതയിലാക്കുന്ന സമയമായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ബുദ്ധൻ പഠിപ്പിച്ച പല കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവർ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പകരം റോമൻ സോൾജേഴ്സ് എന്നെ തടവിലാക്കി കുരിശിലിട്ടു. അതിനുശേഷം എന്റെ അനുയായികൾ ഞാൻ മരിച്ചെന്ന് കരുതി ഗുഹയിലെ കല്ലറയിൽ എന്നെ കൊണ്ടു ചെന്നാക്കി. പക്ഷെ അപ്പോഴും ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. റോമൻ സോൾജേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മരിച്ചതുപോലെ അഭിനയിച്ചതായിരുന്നു. ടിബറ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ മെഡിറ്റേഷൻ പഠിച്ചത് കൊണ്ട് ഞാൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ, പെയിൻ ശരീരത്തിൽ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ മൈൻഡ് കൺട്രോൾ ചെയ്തു. അതുപോലെ ഹാർട്ട് ബീറ്റ് പോലെയുള്ള ബോഡി ഫങ്ഷൻസ് ഞാൻ മാക്സിമം സ്ലോ ആക്കി. അതിനുശേഷം ഞാൻ ആ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം പല ആളുകളും ഞാൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് കഥകളെല്ലാം അടിച്ചിറക്കി. എനിക്ക് ജീസസ് എന്നും പേര് തന്നു. എന്നാൽ ഇതൊക്കെ കേട്ട ചുറ്റും കൂടി നിന്ന് ആരും ജോൺ പറഞ്ഞതിന്റെ 1% പോലും വിശ്വസിക്കില്ല. അപ്പോൾ ആർട്ട്, ഓക്കെ ശരി, എങ്കിൽ കുരിശിലേറ്റിയ സമയത്ത് നിന്റെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടാകില്ലേ, അത് കാണിക്കെന്ന് പറയും. അന്നേരം ജോൺ പറയും, അവിടെ ഒരു മുറിപ്പാടുമില്ല. അവർ എന്നെ ആണി വെച്ച് തറപ്പിക്കുകയല്ല ചെയ്തത്, പകരം കെട്ടിയിടുകയാണ് ചെയ്തത്. എന്നെ കുരിശിൽ തറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ആളുകൾ എക്സാജറേറ്റഡ് ചെയ്ത കഥകളാണ്.
അപ്പോൾ ഡാൻ പറയും ജീസസിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പല മിത്തോളജിയിലും ഇതുപോലെയുള്ള അത്ഭുത കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നതായി പരാമർശിച്ചിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലെ ഹെർക്കുലിസും ഇന്ത്യൻ മിത്തോളജിയിലെ കൃഷ്ണനുമൊക്കെ ഇതിന് ഉദാഹരണമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ ക്രിസ്ത്യൻ മതം മെനഞ്ഞെടുത്ത കഥയായിരിക്കും ജീസസ് എന്ന ദൈവവും അദ്ദേഹത്തിന്റെ കഥകളും. അപ്പോൾ ഈഡിറ്റ് ഡാനിനോട് ജീസസ് ശരിക്കുമുണ്ട്, നിനക്ക് എങ്ങനെയാ ഹെർക്കുലീസിനെ പോലെയുള്ള മിത്ത് ക്യാരക്ടറുമായിട്ട് ജീസസിനെ താരതമ്യം ചെയ്യാൻ തോന്നുന്നേ എന്ന് ചോദിക്കും. അന്നേരം സാൻഡ് ഈഡിറ്റിനോട് നിങ്ങൾ ബൈബിളിലുള്ള എല്ലാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ വിശ്വസിക്കാതെ? ബൈബിളിൽ കാലക്രമേണ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ആൾക്കാരിലൂടെ ദൈവത്തിന്റെ മെസ്സേജസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്ത മാർഗമാണ് ബൈബിൾ എന്ന് ഈഡിറ്റ് വാദിക്കും. അന്നേരം ജോൺ നല്ലത് ചെയ്താൽ സ്വർഗത്തിലും മോശം ചെയ്താൽ നരകത്തിലും പോകുമെന്നൊക്കെ അന്നത്തെ കാലത്ത് പ്രീസ്റ്റ് എല്ലാ ആൾക്കാരും നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ്, അതുവഴി ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ എന്ന് പറയും. ഈഡിറ്റ് ദേഷ്യത്തോടെ ജോണിനോട് നീ ക്രിസ്ത്യാനിറ്റിയെ പറ്റി എന്തൊക്കെ വിഡ്ഢിത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് ചോദിക്കും. ആ സമയം നേരത്തെ ഇറങ്ങിപ്പോയ വില്ല് അവിടേക്ക് തിരിച്ചു വരും. എല്ലാവരും വില്ലിനോട് ജോൺ ജീസസ് ആണെന്നൊക്കെ വാദിച്ച കഥകളൊക്കെ പറയും. അതേസമയം എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വണ്ടിയിൽ എടുത്തു വെക്കാനുണ്ടെന്ന് പറഞ്ഞ് ജോൺ പുറത്തു പോകും. അപ്പോൾ വില്ലി എല്ലാവരോടും പറയും ഇത് ഇവന് തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ അവരെ വെച്ച് തന്നെ പല കഥകളും കെട്ടിച്ചമയ്ക്കുന്നത് കേട്ടിട്ടില്ലേ, താൻ നെപ്പോളിയൻ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സ്വയം പ്രഖ്യാപിതരൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ആർട്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും അതിന് അവന്റെ പക്കൽ ശരിയായ ഉത്തരം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഈഡിത്ത് ചിലപ്പോൾ അവൻ വല്ല ഡ്രഗ് ഉപയോഗിച്ചതാണെങ്കിലോ അതിന്റെ ലഹരിയിൽ അവൻ ഓരോന്നും വിളിച്ചു പറയുന്നതാണെങ്കിലോ എന്ന് ചോദിക്കും. ഇല്ല, അതാവാൻ വഴിയില്ല, കാരണം കുറെ ഡ്രഗ് അഡിക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് അടുത്ത് ഇടപഴകിയ ആളാണ് ഞാൻ. ബട്ട് അവരൊന്നും പെരുമാറുന്നത് പോലെയല്ല ജോൺ പെരുമാറുന്നത്. ഡാൻ പറയും പഴയ കഥകളിൽ റോം പോലെയുള്ള വെസ്റ്റ് ഭാഗത്തൊക്കെ ജോൺ പറഞ്ഞതുപോലെ ജീസസ് ബുദ്ധിസം പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ അവിടെയുള്ള ആൾക്കാർ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ജോൺ പറഞ്ഞ കാര്യങ്ങളിൽ നീ വിശ്വസിക്കുന്നുണ്ടെന്നാണോ? അല്ല, അങ്ങനെയല്ല, എനിക്ക് ശരിക്കും അറിയില്ല ജോൺ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന്. പക്ഷെ 12 മുതൽ 30 വയസ്സ് വരെയുള്ള ജീസസിന്റെ ജീവിത കാര്യങ്ങൾ ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജോൺ താൻ ജീസസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് തെറ്റാണെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാനാവില്ല. അപ്പോൾ ഈഡിത്ത് ജീസസിന്റെ ചെറുപ്പകാലം വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് ബൈബിളിന്റെ ചില ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഹാരി ബൈബിളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ ബാക്കി ജീസസിന്റെ ജീവിത കഥകളെല്ലാം ആളുകൾ മെനഞ്ഞുണ്ടാക്കിയതാവും മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്നത്തെ ആൾക്കാരെ സംബന്ധിച്ച് കേൾക്കുന്ന കഥകൾ പൊള്ളയാണോ സത്യമാണോ എന്നൊന്നും അറിയാൻ മാർഗമില്ല, അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാതെ വേറെ വഴിയില്ലല്ലോ അവർക്ക്. അന്നേരം ജോൺ അവിടേക്ക് വരും. ഈഡിത്ത് പറയും ക്രിസ്ത്യാനിറ്റി 2000 വർഷമായി നിലവിൽ വന്നിട്ട് ലോകത്തിന്റെ പല കോണിലുമുള്ള ആൾക്കാർ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയാൻ നിൽക്കേണ്ട. അപ്പോൾ ജോൺ പറയും മതത്തിന് കാലപ്പഴക്കം ഉണ്ടെന്ന് വെച്ച് അതിനർത്ഥം അത് എന്നും നിലനിൽക്കണം എന്നല്ല. ഈജിപ്ഷ്യൻസ് ഐസീസിനെ ആരാധിച്ചിരുന്നു, എന്നാൽ അവർ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അതുകൂടാതെ സുമേരിയൻസ് ഇഷ്ടാറിനെയും ആരാധിച്ചിരുന്നു, ഇപ്പോൾ അവർ അത് പിന്തുടരുന്നില്ല. ആർട്ട് ജോണിനോട് നീ ജീസസ് എന്ന് പറഞ്ഞല്ലോ, ആ പേര് നീ നിനക്ക് വേണ്ടിയിട്ട് റാൻഡം ആയിട്ട് തിരഞ്ഞെടുത്തതാണോ അതോ അതിന് പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കും. എന്റെ പേര് ജോൺ എന്ന് തന്നെയാണ്, ഞാനല്ല ഈ ജീസസ് എന്നുള്ള പേര് എനിക്കിട്ടത്. കാലം കടന്നു പോയപ്പോൾ ആളുകൾ എനിക്കിട്ട പേരാണ് ജീസസ്. ഹീബ്രുവിൽ എന്റെ പേര് യശുവ എന്നും ഗ്രീക്കിൽ ഈസൂസ് എന്നും ലാറ്റിനിൽ യാസൂസ് എന്നുമായിരുന്നു എന്റെ പേര്. അങ്ങനെ ഓരോ ലാംഗ്വേജിലും ഓരോ പേരാണ് എനിക്ക്. അപ്പോൾ ഡാൻ ജോണിനോട് നീ എപ്പോഴെങ്കിലും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോ നീ ദൈവത്തിന്റെ മകനാണെന്ന്? അന്നേരം ജോൺ പറയും ഞാൻ എവിടെയും ദൈവത്തിന്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ നല്ല കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ ആളുകൾ അതിനെ റിലീജിയസ് ആയിട്ട് എടുത്ത് ഞാൻ അസാധാരണ കഴിവുള്ളവനാണെന്നും മരിച്ച ആളുകൾക്ക് ഞാൻ തിരികെ ജീവൻ നൽകിയെന്നും ഞാൻ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്നാൽ എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഈഡിത്ത് ചെറിയൊരു സംശയത്തോടെ നീ ജീസസ് ആയിരുന്നോ എന്ന് ചോദിക്കും. ഞാൻ ഈ ചോദ്യത്തിന് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ കള്ളം പറയുകയാണെന്നും ഞാൻ അതേ എന്ന് പറഞ്ഞാൽ എനിക്ക് വട്ടാണെന്നും വിചാരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും എന്റെ മേലെ സംശയം വരും. അത് കേട്ട ഈഡിത്ത് കരയും. അത് കണ്ട വില്ല് ജോണിനോട് നീ ഒന്ന് നിർത്ത്, നിന്റെ ഈ കെട്ടുകഥകൾ കേട്ട് എല്ലാവർക്കും വല്ലാതാവുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. നീ ഈ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് സമ്മതിക്ക്, എന്തിനാ ആൾക്കാരെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പറ്റിക്കുന്നത്? അപ്പോൾ ജോൺ എല്ലാവരോടും ഞാൻ പറഞ്ഞതൊക്കെ വെറും കള്ളങ്ങളായിരുന്നു എന്ന് പറയും. അത് കേട്ട എല്ലാവരും ഞെട്ടും. അവിടെ ഉണ്ടായിരുന്ന ഡാനിനും മാർട്ടിനും ദേഷ്യം വരും. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടാകും. ഈ രാവിലെ മുതൽ രാത്രി വരെ ഓരോ കഥകളും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് പെട്ടെന്നൊരു നിമിഷം എല്ലാം കള്ളമാണെന്ന്
പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരുമല്ലോ. ആർട്ട് ജോണിനോട് അപ്പോൾ നീ ഇതൊക്കെ കെട്ടിച്ചമച്ചതാണോ എന്ന് ചോദിക്കും. ഈഡിറ്റ് നേരത്തെ എന്റെ കയ്യിലുണ്ടായിരുന്ന പെയിന്റിങ്ങിന്റെ കോപ്പി കണ്ടിട്ട് അത് വാങ്കോക്കിന്റെ ഒറിജിനൽ പെയിന്റിംഗ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നേരത്തെ ഈഡിറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 10 വർഷം മുമ്പ് എങ്ങനെയാണോ ഞാൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെ, എനിക്കൊരു മാറ്റവും ഇല്ല എന്ന്. അപ്പോൾ ഞാൻ കരുതി ശരിക്കും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ, അങ്ങനെ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ ഡാൻ ജോണിനോട് റിയാക്ഷനോ, ഇത്രയും നേരം ഞങ്ങളെ ഓരോ ഇല്ലാ കഥകളും പറഞ്ഞ് പറ്റിച്ച് അതും പോരാഞ്ഞ് ഞങ്ങളെ പരിഭ്രമത്തിലും ആക്കി എന്ന് ദേഷ്യത്തോടെ പറയും. മതി, ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞ് ആർട്ട് ലിൻഡിയും കൂട്ടിയിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകും. അങ്ങനെ ജോൺ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. ആ സമയം ഡാൻ, ഈഡിത്ത്, ഹാരി എല്ലാവരും പോകാൻ തുടങ്ങും. അപ്പോൾ സാൻഡ് ജോണിനോട് നിനക്ക് ജോൺ എന്നല്ലാതെ വേറെ പേരുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ജോൺ, എനിക്ക് ജോൺ പേലി എന്നും ജോൺ സാവേജ് എന്നും പേരുണ്ടായിരുന്നു. പിന്നെ 60 വർഷം മുമ്പ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ജോൺ തോമസ് പാർട്ടി എന്നായിരുന്നു എന്റെ പേര്. അന്നേരം പിറകിലുണ്ടായിരുന്ന വില്ല് അത് കേട്ട് ഞെട്ടും. വില്ലിന്റെ അച്ഛന്റെ പേരായിരുന്നു ജോൺ ഇപ്പോൾ പറഞ്ഞ ജോൺ തോമസ് പാർട്ടി. അതായത് ജോൺ തന്നെയാണ് വില്ലിന്റെ അച്ഛൻ എന്ന് വില്ലിന് മനസ്സിലാകും. വില്ലിന് കാര്യം പിടികിട്ടി എന്ന് ജോണിനും മനസ്സിലാകും. ചിലപ്പോൾ ജോണിന് വില്ല് അവന്റെ മകനാണെന്നുള്ള കാര്യം അറിയുമായിരിക്കാം, മനഃപൂർവ്വം പറയാതിരുന്നതാവും. എന്നാൽ വില്ല് ജോണിന്റെ പിറകിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്ന കാര്യം ജോൺ ശ്രദ്ധിച്ചിട്ടില്ല. വില്ല് കരഞ്ഞുകൊണ്ട് ജോണിനോട് എന്നോട് അമ്മ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നാണ്. അന്നേരം ജോൺ സോറി, ആൾക്കാരുടെ സംശയം കലർന്ന നോട്ടവും നിരീക്ഷണവും ഒക്കെ ആയപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ വില്ല ആ ഷോക്കിൽ പണ്ട് അച്ഛന് താടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരയും. ആ കരച്ചിലിനോടൊപ്പം തന്നെ വില്ല് കുഴഞ്ഞു വീണ് അവിടുന്ന് തന്നെ മരിക്കും. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം പോലീസ് വന്നിട്ട് ജോണിനോട് നിങ്ങൾ ഇവിടം വിട്ട് പോകരുത്, ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് നിങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് പറയും. അപ്പോൾ ജോൺ ഞാൻ ഇപ്പോൾ പോകുകയാണ്, എന്നാൽ വില്ലിന്റെ ഫ്യൂണറലിൽ ഞാൻ എന്തായാലും വരുമെന്ന് പറയും. ശേഷം ജോൺ അവിടെ നിന്ന് ഇറങ്ങും. ഇത്തവണ അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ സാൻഡിയും ഉണ്ടാകും. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. മനുഷ്യ പരിണാമത്തിന്റെ പല ഫേസസും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സിനിമയാണിത്. എനിക്ക് ഈ ഫിലിം ഏതായാലും നല്ലൊരു അനുഭവമാണ് നൽകിയത്. നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അഭിപ്രായം കമന്റ്സിലൂടെ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.